ഹായ് ഫ്രണ്ട്സ് ഡോട്ടഫ എല്ലാവരും ഹാപ്പിയായിട്ട് വീക്സ് ആയിട്ട് കളിച്ചായിരുന്നു. ഹീറോയ്ക്ക് ഇതിൽ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. നമുക്ക് വീട്ടിൽ പോവാം എന്നെ ഹീറോയി പറയായിരുന്നു. അത് കേട്ട് എല്ലാവരും അതെ അതെ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോയായിരുന്നു. വീട്ടിൽ പോയിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ എല്ലാം വീട്ടിൽ പോയായിരുന്നു. ഹീറോ ഡോക്ടറാണ്, ഫേമസ് ഡോക്ടറാണ്. ഹീറോ ഡോക്ടറായി മാറി. ബേബീസ് എല്ലാം പറയണം മമ്മി മമ്മി ഈ ഡോക്ടറായി. അതേ മോം എന്നെ പറയുന്നു. ചേച്ചി പറയുന്നു എന്താ കാര്യം? ഇല്ല മമ്മി നിങ്ങളെ സ്റ്റോറി പറഞ്ഞ സൂപ്പറായിട്ടുണ്ട് മോം എന്ന ബേബീസ് എല്ലാം ഹാപ്പി ആയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് കൂടെ നല്ല എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ബേബീസ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടി കളിക്കായിരുന്നു. ഹീറോയ്ക്ക് ബേബീസ് ഓടി കളിക്കുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ബേബീസ് നിൽക്ക് ബേബീസ് എവിടൊക്കെ ഓടുന്നു എന്ന് പറയായിരുന്നു. ഹീറോ ചേച്ചി പറയായിരുന്നു ബേബീസ് കൂടെ. ഹീറോയി പറയായിരുന്നു മമ്മി മമ്മി എന്താ പ്ലീസ് മമ്മി സ്റ്റോറി പറഞ്ഞു സൂപ്പറായിട്ടുണ്ട് മമ്മി. സ്റ്റോറീസ് മമ്മീൻ്റെ ലൈഫ് സ്റ്റോറിയാണോ? അതേ ബേബീസ് ഈ ഓരോന്ന് ബേബീസ് സ്റ്റോറിയല്ല പറയുന്നു. എന്നെ പറയായിരുന്നു. അവർ പറയുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തിലുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ സംഭവം അവർ പറയായിരുന്നു ശരി ശരി നമുക്ക് ഒരിടത്ത് പോവാം എന്ന് പറയായിരുന്നു. ബേബീസ് പറയുന്നു എൻ്റെ മമ്മി പറയായിരുന്നു അതെ നമുക്ക് എൻജോയ് ചെയ്യാം എന്ന് പറയുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു. കുട്ടികളെല്ലാം വളർന്നതായി സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോ അതേ ഹോസ്പിറ്റലിലൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ എല്ലാ ഫാമിലി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതാണ് ഒരു ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒരു കോൾ വന്നായിരുന്നു. ഹലോ അമ്മി എന്ത് പറ്റമ്മ? ഇല്ല ഇല്ല പൂച്ച ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിനക്ക് ഇന്ത്യയൊക്കെ വരാൻ പറ്റുമോ എന്ന് പറയുന്നു. ഹീറോയുടെ അമ്മ കോൾ ചെയ്തിട്ട് പറയായിരുന്നു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് പൂജ നീ ഇന്ത്യക്കോ എന്ന് പറയുന്നു. പൂജ ഷോക്കായിരുന്നു. എന്താ മമ്മി പറയാം? ഇല്ല പൂജ ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് നീ ഇന്ത്യക്ക് പോവാന്ന് പറയുന്നു. പിന്നെ പൂജ എന്ത് മമ്മി പറ്റിയെന്ന് പറയണം. ഇല്ലാണ്ട് ഈ പ്രശ്നമൊന്നും വന്നു പറയുന്നു. പൂജ ഷോക്ക് കേട്ടിട്ട് ഇങ്ങനെ പി ഡിസംബറുടെ പറയായിരുന്നു. അവർ ശരി ഓക്കെ എന്ന് പറയായിരുന്നു. അതിനായിട്ട് ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞു. ഹീറോ ഇന്ത്യക്ക് വന്നായിരുന്നു. മൊത്ത കാര്യം ഇങ്ങനെയായിട്ട് ഹീറോ ഇന്ത്യക്ക് വന്നായിരുന്നു. അപ്പോൾ നഞ്ചുൻ പറയായിരുന്നു എന്താ പ്രശ്നം? വലിയ സംഭവം പറയായിരുന്നു. അവർ വൈഫ് മാത്രം അങ്ങനെ ബിറ്റേഴ്സ് മെമ്പേഴ്സ് 7 മെമ്പേഴ്സ് ഹീറോയിൽ കൂടെ ഇന്ത്യക്ക് വന്നായിരുന്നു. അവർ ശരി ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും വന്നായിരുന്നു ഹീറോയിൽ. അങ്ങനെയായിട്ട് ബാക്കി അവരല്ലേ ഹീറോയിൻ്റെ അനിയത്തിയും ഹീറോയിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി മെമ്പേഴ്സ് അവരുടെ വൈഫ് ബേബീസിനെല്ലാം നോക്കുന്ന ബിസിയാണ്. ഹീറോയിൻ്റെ അനിയത്തി പറയുന്നത് ബേബീസിനെ ചേട്ടൻ നിങ്ങൾ നോക്കിക്കോ. പിന്നെ അങ്ങനെ ബേബീസിനെ നോക്കുമായിരുന്നു. പിന്നെ കുട്ടി ബേബി ഉണ്ടായിരുന്നു ഹീറോയിൻ്റെ അനിയത്തിക്ക്. അതിന് വീട്ടിൽ അവിടെ നോക്കാൻ പറ്റില്ല. ഹീറോയ്ക്കും അതെ കുട്ടി ബേബി ഉണ്ട്. അനിയത്തിയും വന്നിട്ട് ബാക്കി ബേബീസ്ക്കല്ല. അങ്ങനെ 2 പേര് പറയായിരുന്നു. ഹീറോയിൻ്റെ 2 ഫ്രണ്ട്സ് പറയായിരുന്നു ഞങ്ങൾ കൂടെ വരാം എന്ന് പറഞ്ഞു. അവർക്ക് കുട്ടി ബേബീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിൻ അവരും വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ മൊത്ത കാര്യം എന്താ പ്രശ്നം നടന്നത് എന്നൊക്കെ ആ ഡാഡിൻ്റെ അവിടെ മമ്മിയുടെ കേൾക്കായിരുന്നു. മമ്മി പറയായിരുന്നു എന്താ സംഭവിക്കുന്നത് എനിക്കും കൂടെ അറിയില്ല പൂജ. എല്ലാ മനുഷ്യന്മാരും എലിയായി മാറാം എന്ന് പറയുന്നു. ഒരു നല്ല എലിയായിട്ട് മാറാം, ഓരോ നല്ല പൂച്ചയായിട്ട് മാറാം, എന്നാൽ ആനിവേഴ്സുമായിട്ട് മാറുന്നു എനിക്കും കൂടെ അറിയില്ല എന്ന് പറഞ്ഞു. ഒരു ഇത് കഴിച്ചാൽ അവർ മാറുന്നു എന്ന് പറയുന്നു. എന്താ കഴിച്ചാൽ മാറുന്ന? എൻ്റെ ഹീറോയിൻ്റെ അമ്മ പറയുന്നു ഇതാ ഇത് ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ് മാമ്പഴം. ഇപ്പോഴും ഉണ്ടാവുന്നില്ലല്ലോ അമ്മ? ഇല്ല മോളാ ഇപ്പോഴും ഉണ്ടാവുന്നില്ല. അതൊരു മാങ്ങ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഹീറോയ്ക്ക് കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കും. ഇത് പോളിക് കമ്പനിയായിരുന്നു. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിലൊരു കെമിക്കലുണ്ട് എന്ന് ഹീറോയി പറയുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു ആൻറ്റി ആപ്പിൾ അങ്ങനെ നിറയെ ഫ്രൂട്ട് ഉണ്ടായിരുന്നു എല്ലാത്തും. ഞാൻ ആപ്പിൾ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് നോക്കിയായിരുന്നു. പക്ഷേ ഇതിലൊരു കെമിക്കലുണ്ട് എന്നെഴുതി ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ അനീറ്റ് പറയുന്നു ഇത് പൈനാപ്പിൾ ഇത് ഒരു മാതിരിയുള്ളത്. ഹീറോയിൻ്റെ അനീറ്റ് ഗ്ലൗസ് ഇട്ടായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോൾ ചേച്ചി ഇതിലും കെമിക്കലുണ്ട്. എല്ലാവരും ഓരോന്നാൾ കണ്ടുപിടിച്ച് എടി വാട്ടർമെലണിൽ കെമിക്കലുണ്ടോ എന്ന് പറഞ്ഞ് ഓരോന്ന് ഫ്രൂട്ട് ചെറി സ്ട്രോബെറി കെമിക്കലുണ്ട് മച്ചി എന്ന് പറഞ്ഞു. നിറയെ ഫ്രൂട്ട് ചെക്ക് ചെയ്തേക്കും ഏതിലെല്ലാം കെമിക്കലുണ്ടെന്ന് കണ്ടുപിടിച്ച ഒരേ കെമിക്കലാണ് എല്ലാവരും ചെക്ക് ചെയ്തായിരുന്നു. ഇത് എവിടുന്നാണ് വരുന്നത് എല്ലാ ഹീറോയെക്കുറിച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ പറയായിരുന്നു അമ്മ എനിക്കൊരാളറിയും എന്ന് പറഞ്ഞു. ഹീറോയിൻ മുറിക്കായിരുന്നു. എന്തിനാ അമ്മ മുറിക്കുന്നേ? നിങ്ങളെ ചേട്ടൻ്റെ മകൻ കോൾ ചെയ്തിട്ട് പറയും എന്ന് പറയുന്നു. ചേട്ടൻ്റെ മകനൊക്കെ ഹലോ ചേട്ടാ അടുത്ത കാര്യം പറയുന്നു. ശരി ഞാൻ അവനേക്കാം അങ്ങനെ പറഞ്ഞു. ഞാൻ ഹീറോയിൻ്റെ ചേട്ടൻ കേട്ടോ ടോമി എന്ന് വിളിക്കുകയായിരുന്നു. ടോമി ചേട്ടാ വന്നിട്ടുണ്ടോ?
വന്നിട്ടുണ്ട്, എന്താ പ്രശ്നം? ഇതിൽ നേരത്തെ പറയുന്നു ജൂലി ചേച്ചി വന്നിട്ടുണ്ടോ, ജൂലിയ പറയണം വൈഫിന് പേര്, അങ്ങനെ രണ്ടുപേരും ആ വൈഫ് ഡോക്ടറാണ്. നടന്ന കാര്യം പറയുന്നു, അങ്ങനെയായിട്ട് എല്ലാ കാര്യം പറയുന്നു. ആ ക്രിമിനൽസിനെ കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് ആ ക്രിമിനൽസ് പിടിച്ചാൽ ആ ക്രിമിനൽസിനെ സച്ചത് ഇത് കേൾക്കുമ്പോൾ ആ ക്രിമിനൽസ് പറയായിരുന്നു, എനിക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മനുഷ്യന്മാരും അത് മാത്രമല്ല മനുഷ്യന്മാർക്ക് സംസാരിക്കാൻ പറ്റും, മൃഗത്തൊക്കെ സംസാരിക്കാൻ പറ്റില്ലേ, അതുകൊണ്ട് ഞാൻ ഇതുണ്ടാക്കിയത് മൃഗമായി മാറി സംസാരിക്കട്ടെ, എനിക്കുള്ള സ്വത്തും പണമല്ലേ കിട്ടും എന്ന് പറഞ്ഞ ആ സൈക്കോ ഒരു മാസൊക്കെയായിരുന്നു. അവനായിട്ട് അവരൊരു കൊന്നു കളയുന്നു. ഇങ്ങനെയായിട്ട് അവനെ കൊന്ന് ചെയ്ത് വച്ചില്ല, അവനെ കൊന്നു കളഞ്ഞു കൊല്ലുന്നു എന്ന് പറയുന്നു എല്ലാവരും. അവിടുന്ന് സൈക്കോ തപ്പിച്ചിട്ട് പോയിരുന്നു. ഓടെ ക്രിമിനലിനെ പിടിച്ചായിരുന്നു. അവനെ വീണ്ടും ടോർച്ചർ ചെയ്യുന്ന അവനും ഓടി മുമ്പ് അവൻ കോടതിയുടെ ജഡ്ജി പറയായിരുന്നു, ഇവനെ ഓൾറെഡി വിട്ടായിരുന്നു 4 കുരി ഇവന് ക്ഷമിച്ചിട്ട്. എനിക്ക് ജഡ്ജി പറയുന്നു, ഹീറോ പറയുന്നു, എന്ത് പറ്റി ജഡ്ജി അങ്കിൾ? അത് പറഞ്ഞു ഹീറോയിൻ്റെ അമ്മേൻ്റെ ചേട്ടനാണോ കോടതി ജഡ്ജി പറയുന്നു. ഞാൻ പറയാം, ഫ്ലാഷ് ബാക്ക് പറയുന്നു. ഫസ്റ്റ് ജയിലിൽ വരുമ്പോൾ ഇവൻ എന്ത് ജോലി ചെയ്തിരുന്നോ? എനിക്ക് സീനിയർ ഉണ്ടായിരുന്നു, ഞാൻ പറയുന്ന കേട്ട മുമ്പ് ജഡ്ജി പറയായിരുന്നു. ഇവൻ എന്താ ചെയ്തറിയോ? ഇവനെ ഫസ്റ്റ് കണ്ടുപിടിച്ചത് മുടി വളർന്നത്, എല്ലാവരും മുടി ലോങ് വളർന്നു പോയി. രണ്ടാമത്തെ കണ്ടുപിടിച്ചതാണ് രണ്ടാമത്തെ എന്ത് കണ്ടുപിടിച്ചത്? അതെ, രണ്ടാമത്തെ കണ്ടുപിടിച്ചത് ഇവനുണ്ടാക്കിയത് പറഞ്ഞ എന്താ ഉണ്ടാക്കിയത്? ഫുഡ്. അതെ, ആ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതാ ഇവനെ ഇപ്പോൾ ജയിലിലിട്ട്. മൂന്നാമത്തെ കാര്യം ചെയ്തത് പറഞ്ഞാൽ എന്താ? എല്ലാവരും പറഞ്ഞ വീട്ടിലുള്ളതെല്ലാം അവനക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കും, പണം എല്ലാം. ആ മരുന്ന് യൂസ് ചെയ്ത് അവനക്ക് രാത്രിയാകുമ്പോൾ അവനക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതാണ് മനസ്സത്. ഇത് 4മത്തെ ഇവൻ ചെയ്തത്, ഇതാണ് പ്രശ്നം എന്ന് പറയുന്നു. ഇത് കേട്ടെല്ലാം ഷോക്കായിരുന്നു. ഇവൻ പുതിയ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവനെ പിടിച്ച് ജയിലിടാം, ഇവനെ തൂക്കിയേക്കൊല്ല. ഇവൻ നല്ല കാര്യമില്ല, എല്ലാവരും ടോർച്ചർ ചെയ്യാം, വേറെ കണ്ടു ചെയ്തത് അവൻ ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ കൊന്നു കളഞ്ഞായിരുന്നു. എല്ലാവർക്കും സമാധാനമായി, എല്ലാ കേസ് സോൾവ് ആയിരുന്നു. ഇറേ പറഞ്ഞു, സമാധാനമായി, എല്ലാവരും ഫാമിലീസ് എല്ലാം ഹാപ്പി ആയിരുന്നു, അവരെല്ലാം കൊറിയ പോയി.